നൽകിയിരിക്കുന്നത്. പുതിയ നിയമ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടെ പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു അടിസ്ഥാന വിഷയം ആയതുകൊണ്ടാണ് നാം ഈ വിഷയത്തിൽ തുടർന്നും ചിന്തിക്കുന്നത്. ഇത് വിഷയത്തിലുള്ള 4ാമത്തെ പഠനമാണ്. Ritual ceremonies posed a great serious threat to authentic Christianity and biblical gospel. ആചാരാനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, ബാഹ്യമായിട്ടുള്ള മറ്റ് കൂദാശകൾ ഇവയെല്ലാം ദൈവവചന പ്രകാരമുള്ള ക്രിസ്തീയ മാർഗത്തിനും സുവിശേഷത്തിനും എന്നും ഒരു ഭീഷണിയായിരുന്നു. മതപരമായ സ്ഥാപനങ്ങൾ ക്രിസ്തുവിന് പകരം വയ്ക്കുന്ന നിലയിലാണ് ഇന്ന് ലോകം. ഇന്ന് ലോകത്തിൽ ക്രിസ്ത്യാനി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ഒരു സ്ഥാപനത്തോടാണ് പ്രതിബദ്ധത കാണിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തെക്കാളുപരി അവരായിരിക്കുന്ന മതസംഘടനയോ മതസ്ഥാപനത്തോട് അല്ലെങ്കിൽ ആ വലിയ കെട്ടിടത്തോടാണ് അവർ പ്രതിബദ്ധത, സിൻസിയറിറ്റി, കമ്മിറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് ഉയരേണ്ട ആത്മീകമായ പ്രതികരണമായ ആരാധനയ്ക്ക് പകരം ഇന്ന് മനുഷ്യൻ ബാഹ്യമായ ആചാരം, ബാഹ്യമായ ചടങ്ങുകൾ, ഇതാണ് അവൻ ഇന്ന് ആശ്രയിക്കുന്നത്. സോ എക്സ്റ്റേണൽ സെറമണീസ് took the place of internal worship. Sacraments becomes means of grace. ഇന്ന് ഈ നാമധേയ ക്രിസ്ത്യാനിത്വത്തിലും വിശ്വാസികളെന്ന് അറിയപ്പെടുന്നവരുടെ സമൂഹത്തിൽ പല പല കൂദാശകൾ അത് ദൈവത്തിൽ നിന്ന് കൃപ ലഭിക്കുന്നതിനുള്ള മുഖാന്തരങ്ങളായി മാറിയിരിക്കുന്നു. It becomes the means of grace instead of the symbol of grace. മാത്രമല്ല, ശുശ്രൂഷകൾ ചെയ്യുന്നവർ they become exalted intermediaries between people and God. ഇന്നൊരു ശുശ്രൂഷകൾ നിർവഹിക്കുന്ന വ്യക്തികൾ ദൈവതുല്യരായി ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കൊരിന്ത് സഭയുടെ പശ്ചാത്തലം നമ്മൾ കാണുമ്പോൾ this is what happened in the church at Corinth. കൊരിന്തിലുള്ള ദൈവസഭയ്ക്കും നേരിടേണ്ടി വന്ന വിഷയം ഇതാണ്. സെൽഫ് സ്റ്റൈൽഡ് അപ്പോസ്റ്റൽസ്, സ്വയം അപ്പോസ്തലന്മാർ എന്ന് പ്രഖ്യാപിച്ചതായ ചിലർ വാസ്തവത്തിൽ ദുരുപദേഷ്ടക്കാരായിരുന്നു. അവരെ കൊരിന്ത് സഭയുടെ നടുവിലേക്ക് കടന്നു വന്നു. They bring the Corinthians under the yoke of bondage to the law. ദൈവ ന്യായപ്രമാണത്തിൽ നിന്ന് വീണ്ടെടുത്തവരാണ്. പുതിയ നിയമത്തിലൂടെ ക്രിസ്തുവിലേക്ക് വരുന്ന ഒരു വ്യക്തി ന്യായപ്രമാണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച സ്വതന്ത്രനാണ്. പക്ഷെ കൊരിന്ത് സഭയുടെ നടുവിലേക്ക് കടന്നു വന്ന ഈ സ്വയം അപ്പോസ്തലന്മാരെന്ന് അവരോധിച്ച പ്രഖ്യാപിച്ച ഈ ദുരുപദേഷ്ടന്മാർ കൊരിന്ത് സഭയെ വീണ്ടും ന്യായപ്രമാണത്തിന്റെ കീഴിലേക്ക്, ആ നുഖത്തിന്റെ, അടിമ നുഖത്തിന്റെ കീഴിലേക്ക് അവരെ കൊണ്ടുപോകുവാൻ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രവർത്തകരുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എല്ലാം അപ്പോസ്തലന്മാരുടെ ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ചുമക്കാൻ കഴിയാത്ത നുഖമാണെന്നും ഗലാത്യ ലേഖനം 5-ൽ നമ്മൾ അടിമനുഖത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു എന്നുമെല്ലാം വ്യക്തമായി വചനം പറയും. ഇതാണ് കൊരിന്ത് സഭയുടെ പശ്ചാത്തലം. ഈ ദുരുപദേഷ്ടന്മാർ കടന്നു വന്ന് ഈ പുതിയ നിയമ ക്രിസ്ത്യാനികളായ കൊരിന്തിലുള്ളവരെ വീണ്ടും ന്യായപ്രമാണത്തിന്റെ അടിമനുഖത്തിലേക്ക് വലിച്ചിഴക്കുന്നു. അവിടെ അവർ പഠിപ്പിച്ചു, നിങ്ങൾ വീണ്ടും പരിച്ഛേദന ഏൽക്കണം, നിങ്ങൾ സാബത്ത് ആചരിക്കണം, ചില ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം, പെരുന്നാളുകൾ ആഘോഷിക്കണം, ഭക്ഷണപാനീയങ്ങളെ കുറിച്ചുള്ള നിയമങ്ങൾ ഇനിയും പിൻപറ്റണം. ഇതെല്ലാം നിങ്ങളുടെ രക്ഷയ്ക്ക്, അതാണ് പ്രധാനം. All these things are necessary for salvation. ഇവയെല്ലാം രക്ഷയ്ക്ക് ആവശ്യമാണ്. ഇതാണ് ഈ ദുരുപദേഷ്ടന്മാർ കൊരിന്ത് സഭയുടെ നടുവില് അവർ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതൊക്കെ നമ്മൾ 2-3 ക്ലാസ്സുകളില് ഈ പറഞ്ഞ വിഷയങ്ങൾ വിശദമായിട്ട് നമ്മൾ അവതരിപ്പിച്ചു. അതിന്റെ രക്തചുരുക്കമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഈ ദുരുപദേഷ്ടന്മാർ പറഞ്ഞതിന് വിരുദ്ധമാണ് അവരവകാശപ്പെടുന്നത്. അവർ വാസ്തവത്തില് പഴയ ഉടമ്പടിയുടെ ശുശ്രൂഷകരായി നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത്. കാരണം കൊരിന്ത് സഭയിലുള്ള വിശ്വാസികളെ ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമം നടത്തുമ്പോൾ
വാസ്തവത്തിൽ they become ministers of the old covenant. അതായത് ഒരു കണക്കിന് അവർ പറയുന്നത് മോശയുടെ ഉടമ്പടി ഇന്നും മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ പര്യാപ്തമാണ്. The Mosaic covenant had the saving efficacy. മോശയുടെ ഉടമ്പടിക്ക് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനുള്ള കഴിവുണ്ടെന്നുള്ള നിലയിലാണ് അവർ പ്രവർത്തിച്ചത്. അതിന് വൈരുദ്ധ്യമായി പൗലോസ് തന്നെ തന്നെ പ്രസന്റ് ചെയ്യുന്നു, ഐ ആം എ മിനിസ്റ്റർ ഓഫ് ന്യൂ കവനന്റ്. ഞാൻ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകനാണ്. പൗലോസിനെ സംബന്ധിച്ച് കൊരിന്ത് സഭയില് ഇപ്രകാരമുള്ള ഒരു വ്യതിചലനം സംഭവിച്ചതിൽ പൗലോസ് വളരെ ദുഃഖിതനാണ്. കാരണം താൻ തന്നെ തന്റെ ജീവിതത്തിലെ 18 മാസം ചെലവിട്ടാണ് അവരെ പഠിപ്പിച്ചത്. പല ദൈവദാസന്മാരും അവിടെ പ്രവർത്തിച്ചിരുന്നു. അവർക്ക് വരങ്ങളും കൃപാവരങ്ങളും അധികമുണ്ടായിരുന്നു. അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്നിട്ടും ഈ ദുരുപദേഷ്ടക്കന്മാർ അവരെ ന്യായപ്രമാണത്തിന്റെ കീഴിലേക്ക് തിരിച്ചുകൊണ്ട് പോയപ്പോൾ അവർക്ക് യാതൊരു ഭാരവും തോന്നിയില്ല. ഇത് പൗലോസിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഇപ്പൊ നാം വാസ്തവത്തിൽ നമ്മുടെ പഠനത്തിന് അടിസ്ഥാനമായി ഉപയോഗിച്ചത് 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6 മുതൽ 18 വരെയുള്ള വേദഭാഗത്തിൽ നിന്നാണ്. 2 Corinthians chapter 3 verses 6 to 18, a condensed summary of the new covenant. പുതിയ ഉടമ്പടിയെ കുറിച്ചുള്ള സംക്ഷിപ്തമായിട്ടുള്ള ഒരു വിവരണമാണ് 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 6 മുതൽ 18 വേദഭാഗം നമ്മൾ കാണാൻ കഴിയുന്നത്. കൂടുതൽ വിശാലമായ പഠനം എബ്രായ ലേഖനത്തിൽ ലഭ്യമാണെന്ന് നമ്മൾ പറയുകയുണ്ടായി. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ഏറ്റവും ഉന്നതമായ ശുശ്രൂഷ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കർത്താവായ യേശുക്രിസ്തു ദൈവം മനുഷ്യനോട് ചെയ്തിട്ടുള്ള ഉടമ്പടികളില് ഏറ്റവും വിശേഷതയേറിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ one of the highest, one of them എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ് ഈസ് ദ ഹൈയസ്റ്റ് ഓഫ് ഓൾ മിനിസ്ട്രീസ്. കാരണം യേശുക്രിസ്തു ഏറ്റവും വിശേഷതയേറിയ ദൈവിക ഉടമ്പടിയുടെ മധ്യസ്ഥനാണ്. ആ പുതിയ ഉടമ്പടി ബാക്കിയുള്ള ഉടമ്പടികളെ താഴെ വരികയും. So he became the mediator of the highest of all covenants, that is the new covenant. കാരണം പഴയ ഉടമ്പടി സ്വർഗീയമായതിന്റെ നിഴലും ദൃഷ്ടാന്തം. നമ്മൾ പറഞ്ഞു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കുന്നത് പോലെ ഓൾഡ് കവനന്റ് വാസ് സിംപ്ലി എ കോപ്പി ആൻഡ് ഷാഡോ ഓഫ് ദ ഹെവൻലി തിങ്സ്. ഇപ്പൊ നമ്മൾ പിന്നീട് പഠിക്കാൻ ആരംഭിച്ചു ഈ some of the primary characteristics of the new covenant. പുതിയ ഉടമ്പടിയുടെ വളരെ സുപ്രധാനമായ പ്രഥമമായിട്ടുള്ള ചില സ്വഭാവ വിശേഷതകൾ ആദ്യമായി നമ്മൾ കണ്ടു. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിലാണ് പശ്ചാത്തലമായി നമ്മൾ ഉപയോഗിക്കുന്നത്. Let us turn to Hebrews chapter 8. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിലാണ് പഴയ നിയമത്തിലെ പുതിയ ഉടമ്പടിയെ കുറിച്ച് പരാമർശിക്കുന്ന വേദഭാഗമായ യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അതിന്റെ 31-ാം അധ്യായത്തിൽ നിന്ന് കോട്ട് ചെയ്തുകൊണ്ട് എബ്രായ ലേഖനം എഴുതുന്നതായ 8-ാം അധ്യായം അതിന്റെ വെളിച്ചം നമ്മൾ ആരംഭിക്കുമ്പോൾ 6 മുതലുള്ള വാക്കുകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. Hebrews chapter 8 verse 6 following. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാണ്. എത്ര മനോഹരമായ വിവരണമാണ്. യേശുവോ, അതായത് അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ, അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഏറ്റവും വിശേഷതയേറിയ ശുശ്രൂഷ ഭൂമിയിൽ നിറവേറ്റിയ വ്യക്തി. 7-ാമത്തെ വാക്യം, ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ഇനം അന്വേഷിക്കുകയില്ലായിരുന്നു. മതി. അപ്പൊ നമ്മൾ കണ്ടു പുതിയ ഉടമ്പടിയുടെ ഒന്നാമത്തെ സ്വഭാവ സവിശേഷത ഒന്ന്, ഇറ്റ് വാസ് എ കവനന്റ് വിത്ത് ബെറ്റർ പ്രോമിസസ്. വിശേഷതയേറിയ വാഗ്ദത്തങ്ങളാണ് പുതിയ ഉടമ്പടിയുടെ വാഗ്ദത്തം. ഇറ്റ്സ് എ കവനന്റ് വിത്ത് ബെറ്റർ പ്രോമിസസ്. പുതിയ ഉടമ്പടി ദൈവം എൻഡോസ് ചെയ്തു, അല്ലെങ്കിൽ ദൃഢീകരിച്ചത്, അധികാരപ്പെടുത്തിയത് ഭൂമി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ യാഗത്തിലൂടെ. പഴയ ഉടമ്പടി മൃഗയാഗങ്ങളിലൂടെയായി, അനിമൽ സാക്രിഫൈസ് അണ്ടർ ഓൾഡ് കവനന്റ്. പക്ഷെ ഈ പുതിയ ഉടമ്പടി, വിശേഷതയേറിയ പുതിയ ഉടമ്പടി ദൈവം അതിനെ അധികാരപ്പെടുത്തി എൻഡോസ് ചെയ്തത്
through the offering of a life superior to that of the sacrifices of the old covenant. പഴയ ഉടമ്പടിയിലെ സകല യാഗങ്ങളെക്കാളും ശ്രേഷ്ഠമായ ഒരു യാഗം. ആരുടെ യാഗം? യേശുക്രിസ്തുവിന്റെ. ആ യാഗം നടക്കുന്നത് കൊണ്ട് തന്നെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ എഴുതപ്പെടുന്ന പുതിയ ഉടമ്പടി ഭൂമിയിലെ ഏറ്റവും വലിയ ഉടമ്പടിയാണ്. ഇനി വേറെ ഉടമ്പടിയില്ല. പഴയ ഉടമ്പടിയിൽ പാപത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. പക്ഷേ പാപത്തെക്കുറിച്ച് മെൻഷൻ ഉണ്ടായിരുന്നുവെങ്കിലും പഴയ ഉടമ്പടി പാപത്തിന്റെ പൂർണ്ണ മോചനമോ പൂർണ്ണമായ വിടുതലോ മനുഷ്യന് പാപത്തിൽ നിന്ന് പഴയ ഉടമ്പടി കൊടുത്തില്ല. പക്ഷെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഈ വിശേഷതയേറിയ മഹത്വമേറിയ ശുശ്രൂഷയാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. കാരണം ജീസസ് ഓഫേർഡ് മോർ എക്സലന്റ് സർവീസ്. ഏറ്റവും ഉദാത്തമായ ഒരു സേവനമാണ് മനുഷ്യവർഗത്തിന് വേണ്ടി കർത്താവ് ചെയ്തത്. So the new is better than old because ഈ പുതിയത് പഴയതിനേക്കാളും ശ്രേഷ്ഠമാണ്. നമ്മൾ വിശദമായി ഇന്ന് സമയം അനുവദിച്ചാൽ ചിന്തിക്കും. കാരണം പുതിയത് ഹൃദയത്തെ ബന്ധിക്കുന്നു, ഹൃദയവുമായി ഇടപെടുന്നതാണ്. The new relate to the heart, where the old is concerned primarily with rituals and outward forms. പക്ഷെ പഴയ ഉടമ്പടി എന്ന് പറയുന്നത് വെറും ബാഹ്യമായ ആചാര അനുഷ്ഠാനം. പുതിയ ഉടമ്പടി യേശുക്രിസ്തുവിലൂടെ സ്ഥാപിക്കപ്പെട്ട ക്രിസ്തു മധ്യസ്ഥനായി നിൽക്കുന്ന പുതിയ ഉടമ്പടി മനുഷ്യ ഹൃദയങ്ങളെ സ്പർശിക്കുന്നു. The new offers real pardon of sin, while old concerned with ritual cleansing. പഴയ ഉടമ്പടി ആചാരപരമായ കഴുകലാണ്. പഴയ ഉടമ്പടിയുടെ നിയമം ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു റിച്വൽ, ആചാരപരമായ ഒരു ശുദ്ധീകരണം പുറമെ. പക്ഷെ കർത്താവ് യേശുക്രിസ്തുവിലൂടെ സ്ഥാപിക്കപ്പെട്ട പുതിയ ഉടമ്പടിയോ ശരിക്കും പാപത്തെ കഴുകി. The promises of old were for this life. പഴയ ഉടമ്പടിയുടെ വാഗ്ദത്തങ്ങളൊക്കെ ഈ ഭൗതിക ജീവിതത്തോട് ബന്ധപ്പെട്ടതാണ്. ഉദാഹരണത്തിന് സമർത്ഥമായ ജീവിതം തുടങ്ങി, നമുക്ക് പിന്നീട് അതിനെ കുറിച്ച് പറയാം. പക്ഷെ പുതിയ ഉടമ്പടിയുടെ വാഗ്ദത്തം ഭാവി നിത്യമായ ജീവിതത്തെ, ഫ്യൂച്ചർ ലൈഫ്. ഇത് രണ്ട് ഉടമ്പടിയും തമ്മിലുള്ള ഏകദേശം ചില വ്യത്യാസങ്ങൾ എടുത്തു കാണിക്കുകയാണ്. അപ്പോൾ പഴയ ഉടമ്പടിയോട് അനുസരണം കാണിക്കുന്ന ഒരു പഴയ നിയമ വിശ്വാസിയെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പെന്ന് പറയുന്നത് ദീർഘായുസ് ഉണ്ടായിരിക്കും, നല്ല വിളവുണ്ടാകും, നീ ജാതികളെ, നിന്നെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ വർദ്ധിപ്പിക്കും, രാഷ്ട്രീയമായ ദേശീയമായിട്ടുള്ള പദവികൾ, സമാധാനം, സമൃദ്ധി തുടങ്ങിയതാണ്. അപ്പൊ ഈ ഭൗതിക ലോകത്തിൽ ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്ന സകല അനുഗ്രഹങ്ങളും പഴയ ഉടമ്പടി വാഗ്ദാനം ചെയ്തപ്പോൾ പുതിയ ഉടമ്പടി ഓഫേഴ്സ് ഇറ്റർണൽ, സ്വർഗീയമായ നിത്യമായ. അതായിരുന്നു ഒന്നാമത്തെ വിശേഷം. രണ്ട്, പുതിയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള, പ്രത്യേകിച്ച് പുതിയ ഉടമ്പടിയുടെ സ്വഭാവങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. രണ്ടാമത്തെ സ്വഭാവ സവിശേഷത, the new covenant is unlike that which was broken. അതായത് ദൈവം എടുത്തു കളഞ്ഞ പഴയ ഉടമ്പടി പോലെ അല്ല പുതിയ ഉടമ്പടി. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 8-9 വാക്യം നോക്കാം. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്യുന്നത്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ അരുളപ്പാണ്. യിരെമ്യാ പ്രവാചകൻ ആ ബാബിലോൺ പ്രവാസ കാലത്തും മറ്റും ജീവിക്കുന്ന ഇസ്രായേൽ ജനങ്ങളുടെ പശ്ചാത്തലത്തിൽ, കാലഘട്ടത്തിൽ എഴുതിയ പ്രവചനമാണ് ഇവിടെ എബ്രായ ലേഖനം എടുത്ത് കാണിക്കുന്നത്. അപ്പൊ ഒരു പുതിയ നിയമം ചെയ്യുന്ന കാലം വരും എന്ന് അന്ന് പറഞ്ഞിരുന്നു. വിശദമായിട്ട് 9-ാം വാക്യം, ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. സോ ദിസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ആ നിയമം പോലെയല്ല. കുറെ മോഡിഫിക്കേഷൻസ് വരുത്തി, ഒന്നുകൂടെ പെയിന്റ് അടിച്ച്, ഒന്നുകൂടെ ചില കാര്യങ്ങളുടെ കൂട്ടിച്ചേർത്ത്, പഴയത് ഉള്ളിൽ നിർത്തിയിട്ട് ബാക്കി ഇടയ്ക്ക് 2-3 കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയെടുത്തതല്ല. അവരോട് ചെയ്ത നിയമം പോലെയല്ല. എന്നിട്ട് അതിന്റെ അവരുടെ പഴയ കാലത്തെ പഴയ ഉടമ്പടിയുടെ അവസ്ഥ വിവരിക്കുന്നു. എന്താണ്? അവർ എന്റെ നിയമത്തിൽ നിലനിന്നില്ല.
ഞാൻ അവരെ ആദരിച്ചതുമില്ല. സ്ട്രോങ് വേർഡ്. ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. നമുക്കിനി യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 31-34 വരെ കാണാം, വായിക്കണം. ഓൾഡ് കവനന്റ്. ദൈവവും പഴയ നിയമ ഇസ്രയേലുമായി ചെയ്ത പഴയ ഉടമ്പടി. ദൈവജനം അതിനെ മുറിച്ചു കളഞ്ഞു. ദൈവജനം അതിനെ തകർത്തു കളഞ്ഞു. അതാണ് ഒരു പ്രധാന കാരണം. ഇസ്രയേൽ ജനത ദൈവത്തിന്റെ ജനമായി ഒരു ജനമായിട്ട് ഭൂമിയിൽ നിലനിൽക്കുവാൻ പരാജയപ്പെട്ടതിന്റെ ഒരു കാരണം ദൈവം അവരുമായി ചെയ്ത ഈ ഉടമ്പടിയിൽ അവർ വിശ്വസ്തരായി. ദൈവം അത് എടുത്തു കാണിക്കുന്നു. ഈസ് പോയിന്റിംഗ് ഔട്ട് ദ ഫോൾട്ട് വിത്ത് ഇറ്റ്. ഇസ്രായേൽ ജനത്തിന്റെ ഒരു പരാജയം. ഇത് ശരിയാണ്, പഴയ ഉടമ്പടി ഒരിക്കലും അവരെ പൂർണ്ണതയിൽ എത്തിക്കുവാനുള്ള പ്ലാൻ ഉള്ളതല്ല, അത് നമുക്കറിയാം. പഴയ ഉടമ്പടി പെർഫെക്റ്റ് അല്ല. പക്ഷെ അന്നത്തെ സമയത്ത് അത് ആവശ്യമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ അത് ഏറ്റവും യോജിച്ചതായിരുന്നു. പക്ഷെ അവർ അതനുസരിച്ച് വിശ്വസ്തരായി നിന്നില്ല. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പുതിയ ഉടമ്പടി ദൈവം ചെയ്യുന്ന ആരോടാ ചെയ്യുന്നത്? ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും. ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ. ഇപ്പൊ പുതിയ ഉടമ്പടി ചെയ്യുന്നത് ഇസ്രായേലിനോടല്ല. പുതിയ ഉടമ്പടി ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും വിശദമായി നമ്മൾ കഴിഞ്ഞ തവണ ചിന്തിച്ചു. അത് മറ്റൊന്നുമല്ല, ദൈവജനത്തോടാണ്. ഇസ്രായേൽ ജനം, യഹൂദ ജനം 12 ഗോത്രങ്ങൾ 10ഉം 2ഉമായി ചിതറിക്കപ്പെട്ടു. 10 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന ഇസ്രായേൽ സമൂഹം, 2 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന യഹൂദ സമൂഹം. ഇസ്രായേൽ സമൂഹത്തിൽ വന്ന രാജാക്കന്മാർ മുഴുവനും ദുഷ്ടരായിരുന്നു. അവർക്കൊരു ശേഷിപ്പുണ്ടായില്ല. അവർ അസീറിയ പ്രവാസത്തിൽ തന്നെ അവശേഷിക്കാതെ, നിലനിൽക്കാതെ തകർന്ന് തരിപ്പണമായി, നാമാവശേഷമായി. അപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തോട് നിയമം ചെയ്യുന്നു പറയുമ്പോൾ, അപ്പോൾ ഭൗതികമായ ഇസ്രായേൽ അല്ല, ഭൗതികമായ ഇസ്രായേൽ സമൂഹത്തോടല്ല. യഹൂദ ഗോത്രം എന്ന് പറയുന്ന 2 ഗോത്രങ്ങൾ ഏതൊക്കെയാണ്? യഹൂദയും ബെന്യാമീനും. അവര് മാത്രമാണ് ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുത്ത് അവര് തിരിച്ചു വരുന്നു. അവര് മാത്രമേ അവശേഷിച്ചുള്ളൂ. അപ്പൊ ഇവിടെ പക്ഷേ പുതിയ ഉടമ്പടി ദൈവം ചെയ്യുമെന്ന് പറയുന്നത് ആരോടാണ്? ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും. അത് വാസ്തവത്തിൽ പറയുന്നത് ദൈവം തന്റെ ജനത്തെ ഒരുമിപ്പിക്കും. ദൈവം പുതിയ ഉടമ്പടി ചെയ്യുന്നത് ഒരു വൺ ബോഡി ഓഫ് പീപ്പിൾ. And that happened in the establishment of the church. സഭയുടെ സ്ഥാപനത്തിലാണ് ഈ ഒരു സമൂഹം വീണ്ടും ഉണ്ടാകുന്നത്. ഭൂമിയിൽ ദൈവം ഒരിക്കലും തന്റെ ജനം പല കഷ്ണങ്ങളായി വിഭജിക്കപ്പെട്ട് നിൽക്കുവാൻ ദൈവം ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ല. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവത്തിന്റെ ജനം വൺ ബോഡിയായി, ഒരു സമൂഹമായിരിക്കും. And that one body is the church. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച് വിശദീകരിച്ചതാണ്. എങ്കിലും ഓർമ്മ നിൽക്കുന്നില്ലെങ്കിൽ, ഓർക്കുന്നില്ല എങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചു കേൾക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വേദഭാഗം. അവൻ നമ്മുടെ, അതായത് പൗലോസ് യഹൂദന്മാരുടെ പ്രതിനിധിയാണ്. എഫെസോസ് സഭയിലുള്ളത് മുഴുവൻ ഏകദേശം ഭൂരിപക്ഷവും പുറജാതികളിൽ നിന്നും വന്ന വിശ്വാസത്തിൽ വന്നവരാണ്. പൗലോസ് പറഞ്ഞ അവൻ, he is our peace. ബന്ധങ്ങൾ നേരെയാകുന്നതാണ് സമാധാനം. നമ്മൾ പലപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. സമാധാനം എന്ന് പറഞ്ഞ വെള്ളപ്രാവിനെ പറത്തുകയോ വെള്ളക്കൊടി പറത്തുകയോ ഒന്നുമല്ല. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഇന്ന് ഒന്നാക്കി. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡം, ക്രൂശിലെ മരണം തന്റെ ജഡത്താൽ നീക്കി. ഇസ്രായേൽ ജനങ്ങളെ അല്ലെങ്കിൽ പുറജാതികളെയും രണ്ടായിട്ട് വേർതിരിച്ചിരുന്ന ന്യായപ്രമാണം, ന്യായപ്രമാണം ദൈവം നൽകിയത് ഇസ്രായേൽ ജനങ്ങളോടാണ്. ലോകത്തിലെ സകല ജനതകളിൽ നിന്നും ജനസമൂഹത്തിൽ നിന്നും ദൈവം ഉടമ്പടി ചെയ്ത് തെരഞ്ഞെടുത്തവരായിരുന്നു ഇസ്രായേൽ. അബ്രഹാമിന്റെ വംശ പാരമ്പര്യത്തിലൂടെ വന്നവർ. ഈ ഭൂമിയിൽ നിന്ന് ദൈവരെ വേർതിരിച്ച് നിർത്തി ഒരു വേർപാടുണ്ടായിരുന്നു. ദൈവം അവരുമായിട്ട് മാത്രമാണ് ഇടപെട്ടത്. ബാക്കിയുള്ളതൊക്കെ പുറത്തുള്ള ജാതികളാണ്. അവർക്ക് ഈ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അവർക്ക്
അവര് പുറത്താണ്. ഈ ന്യായപ്രമാണം ഉള്ളിടത്തോളം അവരുടെ കാഴ്ചപ്പാടിൽ അവർക്ക് ദൈവത്തിലേക്ക് വരുവാൻ ന്യായപ്രമാണം ഒരു എനിമിറ്റിയാണ്, ശത്രുത്വമാണ്. ഇവിടെ ഇതാ യേശുക്രിസ്തുവിന്റെ ആ ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂസിൽ വെച്ചാണ് അതിനെ അബോളിഷ് ചെയ്തത്, അതിനെ ഡിസ്ട്രോയ് ചെയ്തത്. ആ എനിമിറ്റിയുടെ വാള് ക്രൂസിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് ദൈവത്തോട് റിക്കൺസിലിയേഷൻ ചെയ്യുന്നത് ഓരോ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്തിട്ടല്ല. He reconciled the whole humanity in the redeemed body, the one body, the church. അതാണ് അവരുമായിട്ടാണ് ദൈവം ഈ പുതിയ ഉടമ്പടി ചെയ്യുന്നത്. So God wants all his people in one body, one church. എഫേസ്യ ലേഖനം 1:22-23 തന്റെ എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവ് അത് ഒരിടത്ത് മാത്രമേ ഉള്ളൂ. എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവ്. ചർച്ച് ഈസ് ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. ആ ഒറ്റ പ്രയോഗം ജീവിതത്തിൽ തേടി പിടിക്കാൻ സാധിച്ചാൽ സഭ എന്നത് ക്രിസ്തുവിന്റെ നിറവിന്റെ നിറവാണ്. ചർച്ച് ഈസ് ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. ലോകത്തിൽ ഒരിടത്തും യേശുവിനെ അനുഭവിക്കാൻ പറ്റില്ല. ലോകത്തിൽ ഒരിടത്തും ആര് വിചാരിച്ചാലും യേശുവുമായുള്ള ബന്ധമുണ്ടാകില്ല. യേശുവുമായുള്ള യാതൊരു സ്പിരിച്വൽ കമ്മ്യൂണിയൻ ഉണ്ടാകില്ല. യേശുവിന്റെ നിറവായിരിക്കുന്നവന്റെ സഭയിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. So he wants everybody in that one body. The spiritual Israel നമ്മൾ കണ്ടു കഴിഞ്ഞ പാഠത്തിൽ ഗലാത്യലേഖനം 6:16 ഇന്ന് ആത്മീയ ഇസ്രായേൽ ആരാണ് എന്ന് വചനം തന്നെ വെളിപ്പെടുത്തുന്നു. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേൽ മതി. ദൈവത്തിന്റെ ഇസ്രായേൽ ഇന്ന് സഭയാണ്. ഭൗതികമായ ഇസ്രായേലിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ലോകത്തിലെ വചനമറിയാത്ത അനേകർ കാത്തിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്തി അതിന്റെ നിവൃത്തിക്ക് വേണ്ടി പലപ്പോഴും മുറവിളി കൂട്ടാറുണ്ട്. ഇസ്രായേൽ ജനങ്ങൾ തിരിച്ചു വരുമെന്നും അവർക്ക് ദൈവം പഴയ സ്ഥാനം കൊടുക്കുമെന്നും ആലയങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നും ആരാധന അവിടെ നടക്കുമെന്നുമെല്ലാം വെറും മോഹങ്ങൾ ഉണർത്താറുണ്ട്. ദൈവവചനപ്രകാരം അത് തെറ്റാണ്. ഇസ്രായേൽ ജനത്തിന് ഇനി വേറൊരു രക്ഷയില്ല. അവർക്ക് മറ്റൊരു പ്രത്യാശയില്ല. അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ അവർ യേശുക്രിസ്തുവിനെ സ്വീകരിക്കണം. കർത്താവ് യേശുവിന്റെ രക്ഷാപദ്ധതി അംഗീകരിച്ച് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് കർത്താവിന്റെ ശരീരമായി സഭയോട് ചേർക്കപ്പെടുമ്പോഴല്ലാതെ ഇസ്രായേൽ ആകട്ടെ, യഹൂദനാകട്ടെ, പ്രജാതിയാകട്ടെ, ആരാകട്ടെ മനുഷ്യവർഗത്തിന് രക്ഷ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ആ കാത്തിരിപ്പ് വെറുതെയാണ്. 8-ാം വാക്യം എബ്രായലേഖനം. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്യുന്നത് യിരെമ്യാ പ്രവാചകത്തിൽ നിന്ന് കോട്ട് ചെയ്യുമ്പോൾ യിരെമ്യാ പ്രവാചകൻ അല്ല ഇവിടെ മുൻസ്ഥാനം കൊടുത്തത്. ആ പ്രവചനത്തിന്റെ ഉറവിടമായ സ്രോതസ്സായ ദൈവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നു ഞാൻ എന്ന് തുടങ്ങുന്നു. The original source, the Lord. The prophecy was given while Judah was suffering under the tyranny of Babylon during the captivity. യഹൂദ സമൂഹം ബാബിലോണിൽ പ്രവാസികളായി കിടക്കുന്ന കാലഘട്ടത്തിലാണ് യിരെമ്യാവിലൂടെ ഈ പ്രവചനം നൽകപ്പെട്ടത്. ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. 9-ാം വാക്യം. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ. ആ പ്രയോഗം ശ്രദ്ധിക്കുക. ഇസ്രായേൽ ജനത്തെ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് കൊണ്ടുവന്ന നാളിൽ. ആ പ്രയോഗം സജസ്റ്റ് ചെയ്യുന്നത് ഒരു അപ്പൻ, ഒരു പിതാവ് തന്റെ കുഞ്ഞിന്റെ കൈ തന്റെ കൈയുടെ ഉള്ളിൽ എടുത്തു വെച്ച് ആ കുഞ്ഞിനെ യാത്രയിൽ വഴി നടത്തുന്നത് പോലെ. കാരണം ഇസ്രായേൽ ജനങ്ങൾ അവർ ബലഹീനരായിരുന്നു. ഈജിപ്തിൽ നിന്ന് അവിടെ സ്വന്തം ശക്തി കൊണ്ടും ബലം കൊണ്ടും വീര്യം കൊണ്ടും പുറത്തേക്ക് ഇറങ്ങി വരുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ദൈവം അവിടെ കൈപിടിച്ച്, ദൈവം തന്റെ കൈയിൽ ഉള്ളിൽ അവിടെ കൈവച്ച് എന്ന നിലയിൽ അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു. പ്രവാസത്തിൽ നിന്ന് അടിമത്തത്തിൽ ദൈവം അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന എന്നിട്ടാണ് അവരുമായി നിയമം ചെയ്തത്. അടിമത്തത്തിൽ ഇന്നും കുടുങ്ങിക്കിടക്കുന്ന, ഇന്നും പുതിയ നിയമത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ദൈവമക്കളായാലും മറ്റേതെങ്കിലും ചങ്ങലകളാൽ, ഏതെങ്കിലും വള്ളികളാൽ, ഏതെങ്കിലും പാപത്തിന്റെ സ്വഭാവങ്ങളാൽ നാം ഇന്നും ബന്ധിതരാണെങ്കിൽ നാം ഇന്ന് ദൈവവുമായുള്ള ഒരു ഉടമ്പടിയിലല്ല. ഇവിടെ ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിച്ചപ്പോഴാണ് ദൈവം അവരുമായി ഉടമ്പടി ചെയ്തത്.
ആ വിഷയം ഞാൻ നിങ്ങളുടെ ധ്യാനത്തിനായി വിടുകയാണ്. സോ അവരെ ആ പ്രവാസത്ത് പുറത്തു കൊണ്ടുവന്നു. God gave his people a system that ideally suited their spiritual progress at that time. ആ ഇസ്രായേൽ ജനങ്ങളെ ഈജിപ്തിൽ നിന്ന് ദൈവം കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവരുടെ ആ ഇസ്രായേൽ ജനത്തിന്റെ ആത്മീക പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്, ഒരു സിസ്റ്റമാണ്, വ്യവസ്ഥയാണ് ദൈവം അവർക്ക് കൊടുത്തത്. പറയുന്നു, ഞാൻ അവരുടെ പിതാക്കന്മാർ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം. സോ അവിടെ വെച്ച് ദൈവം അവരോട് നിയമം ചെയ്യും. അവർക്ക് അന്ന് ആവശ്യമായ നിയമം, അന്നത്തെ അവരുടെ ആത്മീക അവസ്ഥയിൽ ആവശ്യമായ ആത്മീകമായ ഉന്നമനത്തിന് ആവശ്യമായ നിയമം. ഒന്നാമത് അവർക്ക് ആവശ്യമായിരുന്നത് അവയർനെസ് ഓഫ് ദ നേച്ചർ ഓഫ് സിൻ. അന്ന് ഇസ്രായേൽ ജനത്തിന്റെ ആത്മീയ അവസ്ഥയിൽ അവർക്ക് ആവശ്യമായിരുന്ന സംഗതി അവരുടെ ജീവിതത്തിലെ പാപങ്ങളെ കുറിച്ചുള്ള ബോധം. അവയർനെസ് ഓഫ് ദ നേച്ചർ ഓഫ് സിൻ. പാപത്തിന്റെ ഭവിഷ്യത്തുകളും പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തില് ദൈവമക്കളുടെ സമൂഹത്തിന്റെ നടുവില് പാപം വരുത്തുന്ന വ്യത്യസ്തങ്ങളായ ഭവിഷ്യത്തുകളെ കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. പഴയ നിയമം പാപത്തെ കാണിച്ചു. പക്ഷേ പാപത്തിൽ നിന്ന് നീതീകരിക്കപ്പെടാനോ രക്ഷിക്കപ്പെടുവാനോ ന്യായപ്രമാണത്തിന് അവരെ സഹായിക്കാൻ സാധിച്ചില്ല. ദൈവത്തിന്റെ ഉദ്ദേശം അതല്ല. റോമലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, ഗലാത്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യം. റോമർക്കെതിരെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം പറയുന്നത്, ന്യായപ്രമാണത്തിന് പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ എന്തുമാത്രമാണ് വരുന്നത്? പാപത്തിന്റെ പരിജ്ഞാനം. ആദ്യ ദൈവം കൊടുക്കാൻ ആഗ്രഹിച്ചത് അന്നും ഇന്നും. ദൈവം ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഇന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവം ആദ്യം അവന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അവന് ദൈവത്തിലേക്ക് കടന്നു വരുവാനും ദൈവിക അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുന്നതിനും അത് നഷ്ടപ്പെട്ടു പോകുന്നതിനും ഇടവന്നുകൊണ്ടിരിക്കുന്ന പാപത്തെ കുറിച്ച് അവന് ബോധ്യമുണ്ടാകണം. അവന്റെ ഭാര്യയോ ഭർത്താവോ അപ്പനോ അമ്മയോ ബോധ്യപ്പെട്ടാൽ പോരാ. You should be aware of the gravity of your sin. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ പാപത്തെ കുറിച്ച് നിനക്ക് പരിജ്ഞാനമില്ല എങ്കിൽ നീ യേശുവിനെ തേടില്ല, നീ യേശുവിനെ അന്വേഷിക്കില്ല. ദൈവത്തിന്റെ ഒരു നക്ഷത്രവും നിന്നെ യേശുവിന്റെ അടുക്കൽ നടത്തില്ല. പാപബോധമുണ്ടാകണം. കയ്യിൽ അഴുക്കുണ്ടെന്ന് ബോധ്യം വന്നാലേ ടാപ്പ്, പൈപ്പ്, ജലം അന്വേഷിക്കുന്നുള്ളൂ. ഇസ്രായേലിന് ആവശ്യമായിരുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 19-21 വാക്യങ്ങൾ. എന്നാൽ ന്യായപ്രമാണം എന്തിന്? ഉത്തരം ക്ലിയർ ആയിട്ട് നമ്മുടെ ദൈവം തന്നെ പറയുന്നു. വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറ്റിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളും ലംഘനങ്ങളും അവൻ അറിയാതെ അതുമായിട്ട് ജീവിക്കുമ്പോൾ അതവനെ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. എങ്കിലേ അവൻ കഴുകൽ മോചനം തേടുകയുള്ളൂ. അതുകൊണ്ട് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ഓക്കെ. ദൈവമോ ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥം വേണ്ടി വരികയില്ല. ദൈവമോ ഒരുത്തൻ മാത്രം എന്നാൽ ന്യായപ്രമാണം ദൈവാഗ്ദത്തങ്ങൾ വിരോധമോ ഒരു നാളുമല്ല. തിരിഞ്ഞു വായിക്കുക. ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം ഒരുവനെ നീതീകരിക്കില്ല. അവന്റെ മുഖത്തെ കാണിച്ചു കൊടുക്കുക മാത്രമാണ്. Unable to save sinners, it failed to meet the deepest need of sinful man. പാപത്തിൽ കിടക്കുന്ന മനുഷ്യ, നിനക്ക് ആവശ്യം നിനക്ക് നല്ല കോട്ടും സൂട്ടുമല്ല. നിനക്ക് വേണ്ടത് പുതിയൊരു വാഹനമല്ല. നിനക്ക് വേണ്ടത് സമ്പൽ സമൃദ്ധിയല്ല. നിനക്ക് വേണ്ടത് നിന്റെ പാപത്തിൽ നിന്നുള്ള മോചനമാണ്. അതാണ് മനുഷ്യന്റെ ഏറ്റവും ആഴമേറിയ ആവശ്യം. The deepest need of sinful man is the forgiveness of his sins. അവന്റെ ജീവിതത്തിൽ അവന്റെ സൃഷ്ടാവിനോട് ചെയ്തു കൂട്ടിയ അതിക്രമങ്ങളും പാപങ്ങളിൽ നിന്ന് അവന്റെ ഹൃദയം മോചിക്കപ്പെടണം. അവനും സ്വതന്ത്രനാകണം. അതാണ് മനുഷ്യന്റെ ആവശ്യം. ഇതാണ് ദൈവം കൊടുക്കാൻ പോകുന്നത്. പക്ഷെ ന്യായപ്രമാണ കാലഘട്ടത്തില് അത് ഒരിക്കലും സാധ്യമല്ല. പക്ഷെ ന്യായപ്രമാണ കാലത്ത് ഇതിന്റെ ബോധ്യം കൊടുത്തു. രക്ഷകരിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹം ജനിപ്പിച്ചു.
God found fault with the Israelites because they were constantly transgressing the law. ദൈവം ഇസ്രായേൽ ജനങ്ങളെ കുറ്റക്കാരായി പ്രതിക്കൂട്ടി നിർത്തി ചോദ്യം ചെയ്യുന്ന കാരണം അവർ നിരന്തരമായി ദൈവത്തിന്റെ ന്യായപ്രമാണം, ദൈവത്തിന്റെ ആലോചനകളോട് മറുതലിക്കുകയാണ്. ശരിയാണ്, ദൈവം ന്യായപ്രമാണത്തെ പൂർണ്ണതയുള്ളതല്ല എന്ന് പറഞ്ഞു. കാരണം ന്യായപ്രമാണ പ്രകാരം ഒരുവൻ കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെടുന്നു. ന്യായപ്രമാണം ഒരുവനെ കണ്ടം ചെയ്യുന്നു. യെസ്, ബിക്കോസ് ഓഫ് ദാറ്റ് ഗോഡ് കോൾഡ് ഇറ്റ് ഇംപെർഫെക്റ്റ്. ദൈവത്തിനടുക്കൽ ന്യായപ്രമാണ കാലത്തിൽ വരുന്ന ഒരു മനുഷ്യൻ തലകുനിച്ചേ പോകാൻ പറ്റുന്നു. ന്യായപ്രമാണ കാലത്തെ ദൈവത്തിനടുക്കൽ യാഗവുമായി കടന്നു വന്ന ഒരു പഴയ നിയമ വിശ്വാസിയെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച്, യാഗം കഴിച്ചിട്ട് പോകുമ്പോഴും തലകുനിച്ച് പാപഭാരത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. പാപം പോയിട്ടില്ല. ഒരു ആചാരം നടത്തി, ഒരു അനുഷ്ഠാനം കർമ്മം നടത്തി, ഇത് അടുത്ത വർഷം വീണ്ടും ഞാൻ ചുമക്കണം. പൂർണ്ണ സമാധാനം മനസ്സാക്ഷിയിൽ കിട്ടില്ല. It constantly condemns a person. God did not desire for people to carry the awful burden of guilt forever. ദൈവം ഒരിക്കലും മനുഷ്യൻ ആഗ്രഹിച്ചില്ല ഈ കുറ്റപ്പെടുത്തുന്ന മനസാക്ഷിയും പേറി, മനുഷ്യ നിന്റെ മുതുകത്തൊരു വലിയ പാണ്ടക്കെട്ടും ചുമന്ന് നീ മലകളും പുഴകളും കുന്നുകളും താണ്ടി ഇങ്ങനെ ഓടി നടക്കണം, ഇങ്ങനെ വലിഞ്ഞെഴയണം എന്ന് ദൈവം മനുഷ്യനെ കുറിച്ച് ഒരിക്കലും ആഗ്രഹിച്ചില്ല. പക്ഷെ അതേസമയം ഒരു ഗിൽറ്റ് ഉണ്ടാകണം. ന്യായപ്രമാണത്തെ കീഴിൽ ജീവിക്കുന്നു, ദൈവത്തിന്റെ വചനവുമായി ഇടപെടുന്ന, ദൈവത്തിന്റെ പ്രമാണങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തി കുറ്റബോധം, മനസ്താപം, ഗിൽറ്റ് നെസസറി എഫക്ട് ഓഫ് ദ ഓൾഡ് ലോ. ന്യായപ്രമാണത്തിന്റെ തീർച്ചയായും അടിസ്ഥാനമായി ആവശ്യമായിരിക്കുന്ന നെസസറി ആയിട്ടുള്ള ന്യായപ്രമാണം ഒരുവിൽ വരുത്തുന്നത്, അയ്യോ ഞാൻ പാപിയായ മനുഷ്യൻ, എന്നോട് കരുണ തോന്നണമേ, ഇതുണ്ടാകണം. ഞാൻ പെർഫെക്റ്റ് എന്നൊരു ചിന്ത ഉണ്ടാകരുത്. Since God did not want to be a plague on mankind, ഈ ഒരു കുറ്റബോധം മനുഷ്യനെ ഒരു ബാധ പോലെ ഊണിലും ഉറക്കം, വേഷം ഇടുമ്പോൾ, ആഹാരം കഴിക്കാൻ ഇടിക്കുമ്പോൾ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്ന ഒരു വാളുപോലെ ഈ കുറ്റബോധം അവനെ നിരന്തര ബാധയായി വേട്ടയാടുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം പഴയ നിയമത്തെ എടുത്തു മാറ്റി പുതുത് കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്. Old covenant therefore was not God's eternal plan. പഴയ ഉടമ്പടി ദൈവത്തിന്റെ നിത്യമായ മനുഷ്യനെ കുറിച്ചുള്ള നിത്യ പ്ലാൻ അല്ല, അത് ടെമ്പററി. ദൂതന്മാർ നിമിത്തം കൂട്ടി ചേർക്കും. ഒറിജിനൽ പ്ലാൻ അബ്രഹാമിനോട് പറഞ്ഞു, നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കും. പക്ഷെ മനുഷ്യനെ ഈ പാപമെന്ന കറ കടക്കുമ്പോൾ എന്ത് കടിച്ചാലും മരണം, എന്ത് ലഭിച്ചാലും ചോർന്നു പോകും, ഒരു അനുഗ്രഹവും അനുഭവിക്കാൻ പറ്റും. ആ പാപം അവന് ബോധ്യപ്പെടും, അത് ആവശ്യമാണ്. ദൈവത്തിനറിയാം നമുക്ക് എന്താ വേണ്ടത്. സോ ന്യൂ വുഡ് നോട്ട് ബി ലൈക്ക് ദ ഓൾഡ്. ഇത് പഴയ നിയമം പോലെയല്ല. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം നാളിൽ നിന്ന് കൊണ്ടുവന്ന സമയത്ത് ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. എന്നിട്ട് അവിടെ കൂട്ടിച്ചേർത്ത് അവർ എന്റെ നിയമത്തിൽ നിലനിന്നില്ല, അതുകൊണ്ട് ഞാൻ അവരെ ആദരിച്ചില്ല എന്ന് പറഞ്ഞാൽ അവര് ദൈവവുമായിട്ട് അവരെടുത്ത പഴയ ഉടമ്പടിയിൽ അവര് വിശ്വസ്തരാകാത്തത് കൊണ്ട് സ്വാഭാവികമായി അവർ വിളിച്ചു വരുത്തിയ അവസ്ഥയാണ്. ദൈവത്തിന് കരുണയില്ലാത്തവനാണ്. The statement does not indicate a lack of concern or interest in saving Israel from God's side. ദൈവത്തിന്റെ ഭാഗത്ത് എനിക്ക് നിങ്ങളെ ആദരിക്കാൻ പറ്റില്ല എന്ന് ദൈവത്തിന്റെ ഒരു കാർക്കശ്യമുള്ള ഒരു കഠിന ഹൃദയത്തെ അല്ല അത് പറയുന്നത്. ഈ ജനം അവരേറ്റെടുത്ത ഉടമ്പടിയിൽ വിശ്വസ്തരാകാത്തത് കൊണ്ട് ദൈവത്തിന്റെ ചട്ടത്തിന് പുറത്ത് പ്രവർത്തിക്കുന്നതിന് സഹായിക്കും. എന്ത് വലിയ വേർപ്പൊഴിക്ക് അധ്വാനിച്ചെന്ന് പറഞ്ഞ് ദൈവം ചോദിക്കും, നീ ചട്ടപ്രകാരമാണോ പോയത്? മല്ല് കെട്ടിയിട്ട് കാര്യമില്ല, അത് ചട്ടപ്രകാരമാണ്, ഇല്ലെങ്കിൽ അധ്വാനം വെറുതെ. വിശേഷത്തെ സംബന്ധിച്ച് പറയാൻ ആഗ്രഹിക്കുന്നതാണ്. അല്ല, ദൈവത്തിന് അവനോട് കരുതലോ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവരാ ചട്ടത്തിനുള്ളിൽ നിൽക്കുന്നില്ല. അവര് പറഞ്ഞു, ഞങ്ങൾ നിന്റെ വചനം അനുസരിച്ചോളാം. ദൈവം മോശം പറഞ്ഞു, എപ്പോഴും അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായി.
However, God does give up on people when they completely desert God. ദൈവത്തെ ഉപേക്ഷിച്ചാൽ ദൈവം മനുഷ്യനെ എന്ത് ചെയ്യും? ഉപേക്ഷിക്കുമെന്ന് തിരുവചനത്തിന്റെ സാക്ഷ്യമാണ്. ദൈവത്തെ ഉപേക്ഷിച്ചാൽ ദൈവം അവരെ ഉപേക്ഷിക്കും എന്ന് തിരുവചനത്തിന്റെ സാക്ഷ്യം തന്നെയാണ്. റോമാലേഖനം 1-ാം വാക്യം. റോമാലേഖനം 1:18, 24, 26, 28. ദൈവം അവരെ കൈവിട്ടു. God abandoned them. ദൈവം അവരെ കൈവിട്ടു. ദൈവം അവരെ കൈവിട്ടു. ഈ പ്രയോഗമാണ് അവിടെ നമുക്ക് വായിക്കണ്ട. ദൈവം അവരെ കൈവിട്ടു. മൂന്നാമത്, പുതിയ ഉടമ്പടിയുടെ സവിശേഷത നോക്കുമ്പോൾ ന്യൂ കവനന്റ് ഈസ് എ കവനന്റ് റിട്ടൺ ഇൻ മൈൻഡ് ആൻഡ് ഓൺ ഹാർട്ട്സ്. എബ്രായലേഖനം 8-ാം-ാദ്ധ്യായം 10-12 വരെ. അപ്പൊ ഞാൻ അവരെ ആദരിച്ചതുമെന്നില്ല, കർത്താവിന്റെ അരുളപ്പാണ്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു ഗൃഹമായിട്ട് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. പുതിയ സഭയോട് അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളോട്, ആത്മീയ ഇസ്രായേലിനോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാണ്. എന്താണ്? ഞാൻ എന്റെ ന്യായപ്രമാണം അവിടെ ഉള്ളിലാക്കി അവിടെ ഹൃദയങ്ങളിൽ, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കില്ല. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാണ്, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവ്. So new covenant written in the mind and in the hearts of the new covenant believers. മൂന്നാമത്തെ വിശേഷണം ഇതാണ്. ദൈവജനത്തിന്റെ ഹൃദയത്തിലാണ്, ദൈവമക്കളുടെ ഹൃദയത്തിലാണ് ഈ പുതിയ ഉടമ്പടി ആലേഖനം ചെയ്യപ്പെടുന്നത്. അപ്പൊ അവരുടെ ഹൃദയത്തിലും മനസ്സിലും അവിടെ ഉള്ളിലാക്കി. ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലെ ഇംഗ്ലീഷ് ബൈബിൾ there? Read that from English, verse 10. For this is the covenant that I will make with the house of Israel. And after those days, says the Lord, I will put my laws into their minds, and I will write them upon their hearts. Laws into their mind. എന്റെ നിയമം ഞങ്ങളുടെ മനസ്സ്, എല്ലാത്തിന്റെ ഉറവിടം അവിടെയാണ്. എന്റെ നിയമം ഞങ്ങളുടെ മനസ്സിലും അവരുടെ ഹൃദയത്തിലും. So God was not telling the people to memorize the new covenant. പുതിയ ഉടമ്പടി കാണാതെ പഠിക്കണം എന്നല്ല ദൈവം ആവശ്യപ്പെടുന്നത്. Although they had memorized the old to a great extent. പഴയ ഉടമ്പടിയുടെ കാലത്ത് ഇസ്രായേൽ ജനങ്ങൾ പഴയ ഉടമ്പടിയുടെ ചില പ്രശസ്ത ഭാഗങ്ങൾ മനഃപ്പാഠമാക്കി പഠിച്ചിരുന്നു. പഠിക്കേണ്ടത് ആവശ്യമായിരുന്നു, വ്യക്തമാണ്. ആവർത്തന പുസ്തകം 6-ാം-അധ്യായം 6-9 വരെ. പഴയ കാലത്ത് ചിലതിനെ മനഃപ്പാഠമായി പഠിച്ചിരുന്നു. പോകുമ്പോഴും വരുമ്പോഴും എല്ലാം അവിടെ മനസ്സിലതുണ്ടാകും. അത് ഉരുവിട്ടുകൊണ്ട് നടക്കുമായിരുന്നു. നമുക്കറിയാം, വായിക്കണമെന്നില്ല. ദാവീദിനെ പോലെയുള്ള ചിലർ 119-ാം സങ്കീർത്തനം 11-ാം വാക്യം പറയുന്നത് പോലെ ദാവീദിനെ പോലെയുള്ള ചിലർ എന്ത് ചെയ്യുന്നു? അവരുടെ ദൈവത്തിന്റെ വചനം എവിടെ സൂക്ഷിച്ചു? ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. പക്ഷെ ശ്രദ്ധിക്കുക, മെമ്മറൈസിംഗ് ഡസ് നോട്ട് ഗ്യാരണ്ടി ഒബീഡിയൻസ് ടു വാട്ട് ഈസ് ലേൺഡ്. ഒരു വാക്യം മനഃപ്പാഠമായി പഠിച്ചു എന്നുള്ളത് കൊണ്ട് ആ മനഃപ്പാഠമായി പഠിച്ച വ്യക്തി ആ വേദവചനം അനുസരിക്കുന്നു എന്നല്ല. രണ്ടും രണ്ടാണ്. ഒരു വേദഭാഗം മനഃപ്പാഠമായി പഠിച്ചു. മെമ്മറൈസിംഗ് ഡസ് നോട്ട് ഗ്യാരണ്ടി ഒബീഡിയൻസ് ടു വാട്ട് ഈസ് ലേൺഡ്. മനഃപ്പാഠമായി പഠിച്ചത് അനുസരിക്കുക എന്ന് പറയുന്നത് ഉയർന്ന ഒരു ആവശ്യകതയാണ്. Although memorizing certainly is of benefit. മനഃപ്പാഠമായി മനസ്സിലെ ദൈവവചനങ്ങൾ സംഗ്രഹിച്ചു വെച്ചാൽ അതൊരു ഗുണമുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അത് അനുസരിക്കാതിരുന്നാൽ ഒരു ഗുണവുമില്ല, കൂടുതൽ കണക്ക് പറയേണ്ടി വരും. മനഃപ്പാഠമാണ്, ജീവിതത്തിലില്ല. 13-ാം അധ്യായം 1 Corinthians 13 കാണാപ്പാഠമാണ്.
പക്ഷെ ആരെ സ്നേഹിക്കുന്നു? ആർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറാണ്? മനപ്പാഠമായി പഠിച്ചതുകൊണ്ട് എന്ത് ഗുണം? ഒരു ഗുണവുമില്ല. ഇപ്പൊ 119 സങ്കീർത്തനം 11 വാക്യം ഒന്ന് വായിക്കാൻ. So memorizing scripture does not guarantee obedience to what is learned, although memorizing certainly is of benefit. 119:11 ദാവീദിന്റെ അവസ്ഥ എന്താണ്? ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. നമ്മൾ സൺഡേ സ്കൂൾ നാളുകൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ എത്രമാത്രം വാക്യങ്ങൾ നമ്മുടെ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. Putting the law in the heart. ഇവിടെ പറഞ്ഞ ഞാൻ എന്റെ നിയമം ഇവിടെ ഉള്ളിലാക്കും, ഇവിടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് പറഞ്ഞാൽ seems to mean in effect having a new disposition of heart. ദൈവത്തിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിലും എന്റെ ഹൃദയത്തിലുമായി കഴിയുമ്പോൾ എന്റെ പ്രകൃതം, എന്റെ ഡിസ്പൊസിഷൻ, അതായത് സഹജ ഭാവത്തിന് സമൂലമായ മാറ്റം. അപ്പോഴാണ് ഒരാൾ തെളിയുന്നത് yes, he knows the scripture. മെമ്മറൈസിംഗ് അല്ല, ആ വ്യക്തിയുടെ പ്രകൃതം, സഹജഭാവം, ഇംഗ്ലീഷിലെ ഡിസ്പൊസിഷൻ ഓഫ് ദ ഹാർട്ട്, ആ വ്യക്തിയുടെ ഹൃദയം പുതുതാണ്. അതിനകത്ത് വചനം വന്നു, ആ വ്യക്തിയുടെ ഉള്ളിൽ വചനം വന്നു, ആ വ്യക്തിയുടെ നേച്ചറുമാണ്, ആ വ്യക്തിയുടെ ഡിസ്പൊസിഷൻ ഓഫ് ദ ഹാർട്ടുമാണ്. One who has God's law in heart delight it. ഇങ്ങനെ ഹൃദയത്തിലും ഉള്ളിലും വചനമുള്ളവർ സങ്കീർത്തനം 1 മുതൽ 3 പറയുന്നത് പോലെ രാപ്പകൽ ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്യും? സന്തോഷിക്കും, ധ്യാനിക്കും. They delight. എന്നിട്ട് 119 സങ്കീർത്തനം വായിച്ചു നോക്കണം. എന്റെ ഉള്ള യഹോവയിൽ ആനന്ദിക്കുന്നു, അവന്റെ ന്യായപ്രമാണത്തിൽ ഞാൻ പുകഴുന്നു, തേനിനേക്കാളും തേൻകട്ടയേക്കാളും. അതൊക്കെ പറയുന്ന ഹൃദയത്തിൽ നിന്നാണ്. He delights in the word when it is in the mind and in the heart. മൈൻഡ് എന്ന് പറഞ്ഞതിന്റെ അപകടമാണ്. ഉള്ളിൽ പറഞ്ഞ് ഉള്ളിലാക്കും. മേ ബി മൈൻഡ് മാത്രമായിട്ട് ദൈവം പറഞ്ഞില്ല, ഹൃദയത്തിൽ the center, fountain of life, ജീവന്റെ ഉറവിടം. അങ്ങനെയുള്ള മനുഷ്യൻ they want to obey. ഹൃദയത്തിൽ വചനമുള്ള ഒരു വ്യക്തി കേൾക്കുന്ന ഉടനെ അത് അനുസരിക്കാൻ ആഗ്രഹിക്കും. ആ വാക്ക് അടിവരയിടണം. ഈ want to obey. ഈ want ഇല്ലാത്തതുകൊണ്ടാണ് തെസ്സലോനിക്കയിൽ എഴുതി പറയുന്ന പോലെ സത്യം അനുസരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അനുസരിക്കും. ഒരിടത്ത് ചെല്ലാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചെന്നിരിക്കും. If you want to obey the scripture, you will obey. ഒരു എക്സ്ക്യൂസും പറയില്ല അവിടെ ദൈവനെ അനുസരിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തി he love the will of God. ദൈവത്തിന്റെ ഹിതം ഇതാണ്. Yes, I am committing to that. ദൈവം നിന്റെ ഹിതം എനിക്ക് മനസ്സിലായി, നിന്റെ വചനത്തിൽ നിന്റെ ഹിതം എനിക്ക് ബോധ്യപ്പെട്ടു. ശനിയാഴ്ചയല്ല ദൈവത്തെ ആരാധിക്കേണ്ട കർത്ത ദിവസമാണ്, എനിക്ക് ബോധ്യപ്പെട്ടു ദൈവമേ. I know it is your will. ഞാൻ അതിന് വിധേയപ്പെടുന്നു. കാരണം ഇസ്രായേലിന്റെ ചരിത്രമാണ്. ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ വില്ലിനോട് ചേർന്നിക്കാത്തതുകൊണ്ട് ദൈവം രാജ്യമാകാൻ അനുവദിച്ചില്ല, തകർത്ത് കളഞ്ഞു. നിന്റെ ഹിതം ചെയ്യാനാണ് എന്നെ തെരഞ്ഞെടുത്തത്, എന്റെ ഹിതം നിന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കാനല്ല. I am here, I am called to do your will. അതാണ് എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ ഹിതം നടപ്പാകണം. എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കർത്താവ് നീ അങ്ങനെയാണ്. ഇത് ഹൃദയത്തിൽ വചനം വരുമ്പോൾ ഉണ്ടാകും. He loved the will of God. No one could enter into this new covenant. ശ്രദ്ധിച്ചു കേട്ടോ. ദൈവം പറയുന്നു വെച്ച് ഈ പുതിയ ഉടമ്പടി പ്രവേശിക്കണമെങ്കിൽ they can only enter. Only they should come to understand and believe it in his heart. ഹൃദയത്തിൽ ഈ പുതിയ ഉടമ്പടി വിശ്വസിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ പുതിയ ഉടമ്പടിയിലെത്തുന്നത്. So no one could enter into this new covenant without coming to understand and believe it in his heart. അതുകൊണ്ട് റോമർ 10 പറയുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആകൊണ്ട് ഏറ്റവും ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. നിന്റെ ഹൃദയത്തിൽ ഏറ്റവും യേശു ഇന്നു മുതൽ എന്റെ ജീവിതത്തിന്റെ കർത്താവ്. He is going to be my Lord. ഞാൻ അവരോട് എന്ത് ചെയ്യുമ്പോഴും I ask permission from Jesus. Jesus, ഇത് നിന്റെ ഇഷ്ടപ്രകാരമാണ്. നിന്റെ വചനം എന്നെ അനുവദിക്കുമോ? നിന്റെ ആത്മാവ് ഈ കാര്യത്തിൽ എന്നെ സഹായിക്കും. ഇവിടെ പറയുന്നതാണ് ഇത്
ദൈവം നമ്മുടെ ഉള്ളിൽ ന്യായപ്രമാണം, ദൈവത്തിന്റെ ന്യായപ്രമാണം ഉദ്ദേശിക്കുന്ന പഴയമല്ല, ഇതിന്റെ ലോ, ദൈവത്തിന്റെ ലോ നമ്മുടെ ഉള്ളിൽ ദൈവം എഴുതി കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവത്തിൽ ആനന്ദം, ഇതിന്റെ വചനമനുസരിക്കാൻ ആഗ്രഹിക്കും, യാതൊരു സംശയമില്ല. With the old covenant, a child had to be taught. പഴയ ഉടമ്പടിയില് കുടുംബത്തിൽ ജനിച്ച ഒരു ശിശുവിനെ പഠിപ്പിക്കണം, കുത്തിയിരുത്തി പഠിപ്പിക്കണം, എഴുതിപ്പിച്ച് പഠിപ്പിക്കണം. എന്തിന്? To know the covenant and to know God. ഇവിടെ പഴയ ഉടമ്പടി ഇങ്ങനെയാണ്, ഇതിൽ ഇന്നിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, മുടി വെട്ടുമ്പോൾ അരികെ വെട്ടാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം, കാല പറക്കുമ്പോൾ കുറച്ച് അവശേഷിപ്പിച്ചേക്കണം, ശനിയാഴ്ച ദിവസമാണ് സഭായോഗമുള്ളത്, അവനെ എഴുതി പഠിപ്പിക്കണം. ഇതാണ് നമ്മുടെ ദൈവം, നമ്മുടെ ദൈവമായ യഹോവ ഏകൻ തന്നെ, അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. So a child had to be taught to know the covenant and to know God. ആവർത്തിക്കുകയാണ്, പഴയ ഉടമ്പടിയില് ഒരു കുട്ടിയെ പഠിപ്പിക്കണം. എന്തിന്? അവനായിരിക്കുന്ന ഉടമ്പടി അറിയാനും ദൈവത്തെ അറിയാനും. Even some of God's covenant people never took to his heart his teaching. പഴയ ഉടമ്പടിയിലും ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മിക്കവരും ദൈവത്തിന്റെ ഉപദേശങ്ങൾ ഹൃദയത്തിൽ അവർ കൊണ്ടുപോയില്ല, ഹൃദയത്തിൽ സ്വീകരിച്ചു. കുഞ്ഞിലേ മുതല് 12ാമത്തെ വയസ്സിൽ ഫ്രീഡം കിട്ടും ദേവാലയത്തിൽ പോകാൻ, അതുവരെ ഭവനത്തിലാണ് പഠനം. 12ാം വയസ്സിലാണ് ആദ്യമായി ദേവാലയത്തിൽ തനിയെ പോകാൻ ഒരു കുട്ടിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. യേശുവിനെ നമുക്കതറിയാം. വീട്ടിൽ അപ്പനും അമ്മയൊക്കെ പഠിപ്പിക്കുമാണ്. ഇസ്രായേൽ ജനങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചിട്ടും പലരും, ഭൂരിപക്ഷവും അവിടെ ഹൃദയത്തിൽ ആ ഉപദേശം ഉൾക്കൊണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം ആവശ്യപ്പെടുന്നത്, indicate the need of a certain attitude. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയോട് പറയുമ്പോൾ, ഫിലിപ്പിയ സഭ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെ ഫിലിപ്പിയ സഭയോട് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ആ ഫിലിപ്പിയ സഭയെ അർജ് ചെയ്യും, ആഹ്വാനം ചെയ്യും. അവിടെയുള്ള ദൈവമക്കളോട് നിങ്ങൾക്കൊരു പ്രത്യേക മനോഭാവം ഉണ്ടായിരിക്കണം. ആ മനോഭാവം ആരുടെ മനോഭാവമായിരിക്കണം? യേശുവിന്റെ. ഹാവ് ദിസ് ആറ്റിറ്റ്യൂഡ് ഓർ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ഇൻ യു. ക്രിസ്തുവിന്റെ ഈ മനസ്സ് നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. എന്താ ക്രിസ്തുവിന്റെ മനസ്സ്? സബ്മിസീവ് ആറ്റിറ്റ്യൂഡ്, സബ്മിറ്റ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ വിളങ്ങി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനെ, സബ്മിസീവായി, ദൈവമായിരിക്കെ, ദൈവത്തോട് സമനായിരിക്കെ ഒരു ശുശ്രൂഷയ്ക്കായി തന്നെ തന്നെ സബ്മിറ്റ് ചെയ്ത ക്രിസ്തുവിന്റെ ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ദൈവത്തിന്റെ പ്രമാണം, നിയമം നമ്മുടെ ഹൃദയത്തിലും ഉള്ളിലും എഴുതപ്പെട്ട് കഴിയുമ്പോ പുതിയ ഉടമ്പടിയിലുള്ളവർ അത് ആ പ്രമാണം അനുസരിക്കാനാകില്ല. അങ്ങനെ നമ്മൾ അനുസരിക്കും തോറും ഇറ്റ് ഗ്രോസ് മോർ പ്രഷ്യസ്. ദൈവത്തിന്റെ വചനം പഠിക്കും തോറും മൂല്യം കൂടിക്കൂടിക്കൂടെ, അറിയുന്തോറും മൂല്യം കൂടുന്ന ഏക ഗ്രന്ഥം ബൈബിളാണ്. യഥാർത്ഥമായി വായിച്ച് ഗ്രഹിച്ചാൽ മടുക്കാതെ കൂടുതൽ ഉത്സാഹം ഉണ്ടാക്കുന്നത് ഭൂമിയിൽ ഏക ഗ്രന്ഥം വചനമാണ്. It become more precious. അതാണ് സങ്കീർത്തനം 119 സങ്കീർത്തകൻ അനുഭവിച്ച് പറയുന്നത്. ഏറ്റവും അധികം മൂല്യമുള്ളതായി, തേനിനേക്കാളും പൊന്നിനേക്കാൾ 1000 വെള്ളി നാണയത്തെക്കാൾ വളരെ മൂല്യമുള്ളതായി മാറും. ഇത് നമ്മൾ അത് അനുസരിക്കുകയും അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ mature Christian obeys out of love. അങ്ങനെയുള്ള ഒരു ദൈവപൈതൽ ദൈവത്തെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നാണ്. അനുസരിക്കേണ്ടത് കൊണ്ട് അനുസരിക്കുകയല്ല. ഒന്നുകൂടെ പറയാം, ഇപ്രകാരം ദൈവത്തിന്റെ പ്രമാണം, ദൈവത്തിന്റെ വചനം ഉള്ളിലുള്ള ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യഥാർത്ഥ ദൈവത്തെ സംബന്ധിച്ച് അവൻ ദൈവത്തെ അനുസരിക്കുന്നത് ഔട്ട് ഓഫ് ലവ്, ദൈവത്തോടുള്ള സ്നേഹം, നോട്ട് ബിക്കോസ് ഹി ഹാസ് ടു. അനുസരിക്കാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് അനുസരിക്കുന്നതല്ല പുതിയ ഉടമ്പടിയുടെ. അവരോട് ഒരിക്കലും ഞായറാഴ്ച ആരാധനയ്ക്ക് വരാൻ പറയുന്ന, കർത്തൃമേശയിൽ യോഗ്യമായി പങ്കെടുക്കണമെന്ന് അവരോട് പറയുന്ന,
പുതിയ ഉടമ്പടി പ്രകാരം ദൈവത്തെ ആരാധിക്കണമെന്ന് അവരോട് നിർബന്ധിക്കണം. ആരംഭത്തിൽ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. വേറെ കാര്യം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ഈ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് ശിക്ഷരാക്കി, അത് വേറെ. പക്ഷെ ആ നിയമം പഠിച്ചു കഴിഞ്ഞാൽ അതനുസരിക്കാൻ ഉള്ളിൽ ആഗ്രഹമുള്ള ഒരാൾ, ആ ചട്ടത്തിൽ തന്നെ നിൽക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഒരാൾ, ആ വ്യക്തി ഈ become a mature Christian. അവൻ ദൈവത്തെ അനുസരിക്കുന്ന ഒറ്റമല്ല. It becomes a part of his nature. ഈ ന്യായപ്രമാണം, പുതിയ ദൈവത്തിന്റെ നിയമം അവന്റെ ജീവിതത്തിന്റെ ഒരു സ്വഭാവമായി മാറും. ഇറ്റ് ഈസ് ഇംപ്ലാന്റഡ് ഇൻ ഹിസ് വെരി ഹാർട്ട്. അത് ഹൃദയത്തിന്റെ അകത്ത് അതിനൊരു ഇടമുണ്ടാകും. മറന്നുപോയി, നോട്ട്ബുക്കിലല്ല അവന് ദൈവത്തിന്റെ നിയമത്തിന്റെ ഇടം, ഹൃദയത്തിൽ ദൈവത്തിന്റെ പ്രമാണത്തിൽ ഒരു ഇടമുണ്ടാകും. എസ്കേലിന്റെ പുസ്തകം 11-ാം അധ്യായം. ഈ പുതിയ ഹൃദയം, പുതിയ ആത്മാവ് എന്നുള്ളത് യിരെമ്യാ പ്രവാചകൻ മാത്രമല്ല, എസ്കേലിന്റെ പുസ്തകത്തിലും ഇതിന് തത്തുല്യമായിട്ടുള്ള ഒരു പ്രവചനം കാണാം. എസ്കേൽ 11-ാം അധ്യായം 19-20 വാക്യങ്ങൾ implying that one who possesses the covenant in that matter reaches full obedience. എസ്കേൽ 11-ാം അധ്യായം 19-20. അവൻ എന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാനൊരു വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. ഒക്കെ പുതിയ ഉടമ്പടി അംഗമാകുന്ന പുതിയ ഉടമ്പടിയിൽ ദൈവത്തോട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ പൂർണ്ണമായ അനുസരണത്തിന്റെ പൂർണ്ണത കൈവരിക്കേണ്ടതിന് ദൈവത്തിന്റെ എത്രമാത്രം സഹായങ്ങളാണ്. So that he can reach full obedience. This thought was in connection with the return of Jews from the Babylon captivity. ബാബിലോൺ പ്രവാസത്തിൽ കിടക്കുന്ന യഹൂദന്മാർ, ഇസ്രായേൽ ജനങ്ങൾ, അവര് തിരിച്ചു വരുന്ന സമയത്ത് ദൈവം അവർക്ക് കൊടുക്കാൻ പോകുന്ന സഹായത്തെ കുറിച്ച് വാഗ്ദാനമായിട്ട് പറയുകയാണ്. അവര് പറഞ്ഞു, നിങ്ങൾ എന്റെ പ്രമാണം അനുസരിക്കണം, നിങ്ങളെ ഞാൻ അനുസരിക്കുവാൻ സഹായിക്കാം. പുറപ്പാട് പുസ്തകം 24-7 വാക്യം, ഇസ്രായേൽ had promised to keep the law. ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തവരാണ്. നാമം സ്നാനമേൽക്കുന്ന സമയത്ത് പത്രോസിന്റെ പുസ്തകപ്രകാരം ക്രിസ്തുവിന്റെ രക്തത്താൽ എന്ത് ചെയ്യപ്പെട്ടവരാണ്? തളിക്കപ്പെട്ടവരാണ്. പഴയ ദൈവം ഇസ്രായേൽ ജനങ്ങളുമായി മോശ മധ്യത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന സമയത്ത് ഈസോപ്പ് തന്നെടുത്ത് ആട്ടിൻ രക്തത്തിൽ മുക്കി ആ കൽപ്പലകളിലും ആഴപുറത്തും തളിക്കും, ദൈവജനത്തിന്റെ മേലും തളിക്കും മോശ. അവർക്ക് ദൈവവും ദൈവജനവും തമ്മിൽ ഉടമ്പടി ചെയ്തതിന്റെ അടയാളമായി രക്തം. അതിന്റെ പൂർണ്ണതയാണ് സ്നാനമേൽക്കുന്ന സമയത്ത് പത്രോസിന്റെ പുസ്തകപ്രകാരം ക്രിസ്തുവേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട വൃതന്മാരായ വിശുദ്ധന്മാർ. പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മേലും ക്രിസ്തുവിന്റെ രക്തം തളിക്കപ്പെടുന്ന ഒരു ആലങ്കാരിക അർത്ഥത്തിൽ ഭൗതികമായ രക്തം തളിക്കപ്പെടുകയാണ്. ഒരു ഉടമ്പടിയിൽ നമ്മൾ ഒപ്പുവെച്ച് കഴിഞ്ഞു. ഓരോ ചുവടും ദൈവം പരിശോധിക്കും. അപ്പൊ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ കൈക്ക് പിടിച്ച് നടത്തിയതാണ്, പക്ഷെ നിങ്ങൾ എന്റെ വചന നിയമത്തിൽ നിലനിന്നില്ല. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടോ അതുകൊണ്ട് നിങ്ങളെ ഞാൻ ആദരിച്ചില്ല. പുതിയ ഉടമ്പടി, ശ്രേഷ്ഠതയേറിയ ഉടമ്പടി, അത് മൃഗത്തിന്റെ രക്തം, ഇത് സ്വന്തം പുത്രന്റെ രക്തം, വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിച്ച ഉടമ്പടി. അത് മോശയാണ് മധ്യസ്ഥനെങ്കിൽ ഒരു കണക്കിന് ഇവിടെ ആരാണ് മധ്യസ്ഥൻ? യേശു മധ്യസ്ഥനായി നിൽക്കുന്ന ഉടമ്പടി. എന്തുമാത്രം ശ്രദ്ധിക്കണം. പുറപ്പാട് 24:7 വായിക്കും. Israel had promised to keep the law. അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ മോശ വായിക്കുകയാണ്. യഹോവ കൽപ്പിച്ചതൊക്കെ ഞങ്ങൾ അനുസരിച്ച് നടന്നുകൊള്ളാം എന്ന് പറഞ്ഞു. But they did not exercise the moral power of heart to match their good intention. അവർക്ക് ആഗ്രഹമുണ്ടെന്ന് അവർ കാണിച്ചു പ്രകടമാക്കിയെങ്കിൽ അവിടെ ആഗ്രഹം സബലീകരിക്കുവാനുള്ള മോറൽ പവർ അവിടെ ഹൃദയത്തിൽ ഉണ്ടാകില്ല. പലപ്പോഴും നമ്മുടെ ഇംഗിതങ്ങളും ആഗ്രഹങ്ങളും ഈ വാക്കുകളിൽ മാത്രമേ. നമ്മൾ പറയുന്ന പ്രസ്താവനകൾ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായി വിശകലനം ചെയ്ത് ഈ വീട് പണിക്ക് ഇറങ്ങുമ്പോൾ എനിക്കത് പൂർത്തിയാക്കാനുള്ള കഴിവുണ്ടോ? ഈ യുദ്ധത്തിന് ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്നോട് കൂടെയുള്ള സന്നാഹങ്ങൾ അതിന് യോഗ്യമാണോ എന്നൊന്നും പരിശോധിക്കാതെ ആരോ എന്തോ പറഞ്ഞത് കേട്ട് ഞാനും ചെയ്തോളാം. They don't have the moral power to match their good intention.
ആഗ്രഹം നല്ലതാണ്. ഈ ആഗ്രഹത്തെ പൂർത്തീകരിക്കാനുള്ള കഴിവോടെന്ന് വരും. അതും കൂടെ മനസ്സിലാക്കണം. There was prevailing weakness. കാരണം റോമർ 8:3 നമുക്കറിയാം, ന്യായപ്രമാണത്തിലുള്ള അല്ലെങ്കിൽ ജഡത്താലുള്ള ബലഹീനതയാൽ ന്യായപ്രമാണത്തിലുള്ളത് സാധിപ്പാൻ കഴിയാത്തത് കൊണ്ട് ഒരു ബലഹീനതയുണ്ട് നമ്മുടെ ജഡത്തിൽ. Even though David had put God's law in his heart. ഇവിടെ വായിച്ചു 119:11. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പക്ഷെ എന്നിട്ട് ദാവീദിന് പൂർണ്ണമായി ആ വചന പ്രകാരം വചനത്തെ അനുഷ്ഠിച്ച് വിശ്വസ്തനായി അവസാനം വരെ ജീവിക്കാൻ സാധിച്ചോ? ഇല്ല. ജഡത്താനുള്ള ബലഹീനത. Therefore this expression means more than just to internalize the law. അതുകൊണ്ട് എന്റെ ന്യായപ്രമാണം നിങ്ങളുടെ ഉള്ളിലാക്കി ഇവിടെ ഹൃദയങ്ങൾ എഴുതുമെന്ന് പറയുമ്പോൾ ഈ സമയത്ത് അത് വിശദീകരിക്കുന്ന സമയത്ത് അതൊരു വാക്യമായിട്ട് അവസാനിപ്പിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിന്റെ സമയത്ത് he provided disciples with the proper understanding of God's intent in the old covenant. പഴയ ഉടമ്പടിയിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നുവെന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുവാൻ ക്രിസ്തു ഗിരിപ്രഭാഷണം മധ്യേ സംസാരിക്കുന്നു. 5-ാം അധ്യായ മത്തായിയുടെ പുസ്തകം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, പരീശന്മാരെ ശാസ്ത്രിമാരെ മുമ്പിൽ കാണിച്ചിട്ട് അവരുടെ നീതി ബാഹ്യമായ ഫോർമലായ റൈറ്റിയസ്നെസ് ഓഫ് ദി സ്ക്രൈബ്സ് ആൻഡ് ഫാരിസീസ്, അവരുടെ ബാഹ്യമായ പ്രകടമായ തിരുക്കോണിൽ നിന്നുള്ള കൈവർത്തി പിടിച്ച് മന്ത്രപ്പെട്ട വലുതാക്കി ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് ജനങ്ങളുടെ ശ്രദ്ധ കേൾക്കുവാൻ തക്കവണ്ണമുള്ള ആത്മീയ പ്രകടനം നടത്തിയ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി പ്രകടനം കണ്ടിട്ട് യേശു പറഞ്ഞു, ഇത് കണ്ടു പഠിക്കരുത്, ഇതല്ല ദൈവത്തിന് വേണ്ട. മത്തായി 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ യേശു പറഞ്ഞത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കാനുള്ളത് ഈ പ്രകടനമല്ല. The power comes through a full commitment in one's heart to obey God's new covenant. ദൈവത്തിന്റെ പുതിയ ഉടമ്പടി അനുസരിക്കാനുള്ള ഒരു ഫുൾ കമ്മിറ്റ്മെന്റ്, ഹൃദയപൂർവം, ഹൃദയം തൊട്ടുള്ള പ്രവർത്തനമാണിത്. പുതിയ ഉടമ്പടി It is written in the heart. ഹൃദയമാണ് പടയുന്നത്, ഹൃദയത്തിലാണ് വേദന ഉണ്ടായത്. So a greater measure of that power can be developed. അപ്പോൾ ഈ പവർ കംസ് ത്രൂ എ ഫുൾ കമ്മിറ്റ്മെന്റ് ഇൻ ഓൺസ് ഹാർട്ട്. ദൈവത്തിന്റെ ഈ പുതിയ ഉടമ്പടി അനുസരിക്കാൻ പൂർണ്ണ ഹൃദയത്തോടെയുള്ള ഒരു ദൈവം, ഞാൻ സ്നാനം ഏൽക്കുമ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനം, ഈ പുതിയ ഉടമ്പടി ഞാൻ എന്ത് വില കൊടുത്തും കാത്തു സൂക്ഷിക്കും. ഈ പുതിയ ഉടമ്പടി എന്നോട് ആവശ്യപ്പെടുന്ന കൽപ്പനകൾ, ചട്ടങ്ങൾ, പ്രമാണങ്ങൾ, ഞാൻ അതിന് എന്നെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സമർപ്പിക്കും. അതിൽ നിന്നൊരു പവർ വരും. പകുതി മനസ്സോടെ ചെയ്യുന്നതും പൂർണ്ണ മനസ്സോടെ ചെയ്യുന്നതും പവർ വ്യത്യാസം. ഈ പവർ ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്താലുള്ള പവർ നിങ്ങൾ വ്യാപരിക്കുന്ന ശക്തിയാണ്. നമ്മൾ വ്യാപരിക്കണമെങ്കിൽ എല്ലാ ചാനലും ക്ലിയർ ആയിട്ട് ഇട്ട് കൊടുക്കണം, എല്ലാ പൈപ്പുകളും ക്ലിയർ ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കണം. ഫോഴ്സിൽ പോകുമ്പോൾ and this power comes through a full commitment in one's heart to obey God's new covenant. ദൈവത്തിന്റെ കൽപ്പനകളോട് ഹൃദയത്തിൽ നിന്നുള്ള ആഗ്രഹം നമ്മുടെ ദൈവമശക്തി. A greater measure of that power can be developed. ഈ ശക്തി കൂടുതലായി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് by longing for the word as an infant cries for milk. ഒരു ശിശു ഒരു പാലിന് വേണ്ടി നിലവിളിക്കുന്നു, ഒരു കുഞ്ഞ് പാൽ കുപ്പിക്ക് വേണ്ടി നിലവിളിക്കുന്നത് പോലെ ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതൽ ദൈവവചനത്തിന്റെ പരിജ്ഞാനത്തിനായി, ദൈവത്തോടുള്ള സഹവാസത്തിനായി ആഴമായി ആഗ്രഹിച്ചാൽ ഈ ശക്തിയുടെ റേറ്റ് വർദ്ധിക്കും. The power can be developed by longing for the word as an infant cries for milk and growing thereby to salvation. വായിച്ചവസാനിപ്പിക്കാം ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 1-2 വാക്യങ്ങൾ. 1 പത്രോസ് 2-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പലപ്പോഴും നമ്മുടെ ആഗ്രഹം, വചനത്തിലുള്ള ആഗ്രഹം ജീവനില്ലാത്തതാണ്. പലപ്പോഴും ദൈവത്തെ ആഗ്രഹിക്കുന്നത് ആ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നല്ല. ദൈവം എന്നോട് സംസാരിക്കണമേ എന്നുള്ള നമ്മുടെ നിലവിളി ഉള്ളം തട്ടിയല്ല. എന്താ കുഴപ്പം? നമ്മുടെ പവർ റെഡ്യൂസ്ഡ് ആയി, പ്രാർത്ഥനിക ശക്തിയില്ല. യേശു എന്റെ വല നിങ്ങളിൽ വസിച്ചാൽ അത് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയില്ല. ഞങ്ങൾ കയ്യിലും കാലിലും കണ്ണിന്റെ നടുവിലൊക്കെ കെട്ടിവെച്ചു കാണും.
ഞാൻ എന്റെ പ്രമാണം നിങ്ങളുടെ ഉള്ളിലാണ്. കർത്താവ് യേശുവിന്റെ സുവിശേഷം അനുസരിച്ച് സ്നാനമേൽക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിലൂടെ ദൈവം തന്റെ പുതിയ ഉടമ്പടി എഴുതുമ്പോ ഒരു തുടക്കമാണ് അവിടെ തുടങ്ങുന്നു യാത്ര. ഇനി നമ്മൾ തീരുമാനിക്കണം, നിർജീവമായി ജീവിച്ച് അവസാനിപ്പിക്കണമോ ശക്തിയായി ജീവിക്കണം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2:1-2. 1 പത്രോസ് 8-1-2 വാക്യം. ആകയാൽ വിശ്വാസികളോടാണ് പറയുന്നത്, അതിന്റെ 1-ാമത്തെ അവസാനത്തിൽ സ്നാനപ്പെട്ട ദൈവമക്കളായി വീണ്ടും ജനിച്ച ദൈവമക്കളോടാണ് പറയുന്നത്, ദൈവവചനത്തിന്റെ ശക്തിയാൽ, നിങ്ങൾ ഉൾനട്ട വചനത്തിന്റെ ശക്തിയാൽ നിങ്ങളുടെ ആത്മാക്കൾ വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അതേ വചനം ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവവചനത്തിൽ ചെയ്യാൻ പോകുന്ന അത്ഭുതകരമായ പ്രവർത്തനത്തെ ചൂണ്ടിക്കാട്ടുവാൻ പറയുകയാണ് പത്രോസ്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും ഇപ്പോൾ ജനിച്ച ശിശുക്കൾ എന്ന പോലെ രക്ഷയ്ക്കായി വളരുവാൻ അത്രയ്ക്കും ശക്തിയുള്ളൂ. യാക്കോബിന്റെ ഭാഷയിൽ ഉൾനട്ടം, രക്ഷിപ്പാൻ ശക്തിയുള്ളത്, വചനത്തിൽ പവറുണ്ട്. സംശയത്തിലേക്ക് പ്രകൃതിയിലേക്ക് നോക്കിയാൽ ഉണ്ടാകട്ടെ എന്ന് ഒറ്റ വാക്ക്. ഈ വലിയ ഭൂമി, പ്രപഞ്ചം, അഖിലാണ്ട് ആ ഒറ്റ വാക്കുകളുള്ളതാണ്. അപ്പൊ അതിന്റെ ശക്തി എന്നാണ് ആ വാക്ക്. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അതേ വചനം, അതേ ലോഗോസ്, അതേ ദൈവവചനം ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്ന, വിശുദ്ധീകരിക്കുന്നു, സൗഖ്യമാക്കുന്നു അതേ വചനം. പക്ഷെ അത് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് അതിനോടുള്ള താല്പര്യം. പുതിയ ഉടമ്പടിയിൽ വന്നിട്ടുള്ള ദൈവമായി ഇപ്പോൾ ഞാൻ നിന്റെ ഉള്ളിലേക്ക്, നിന്റെ പഠനങ്ങൾ സഹായകരമാകുന്ന അവിടെയാണ്, നിന്റെ വായന അനുഗ്രഹിക്കപ്പെടുന്ന അപ്പോഴാണ്. ഇത് ഉള്ളിൽ നിന്ന് നമ്മെ സഹായിക്കുകയും ഒരു വായിച്ചുകൊണ്ട് മനസ്സിലാകുന്നതല്ല. നമ്മുടെ ആഗ്രഹം തീരുമാനിക്കും. പ്രാർത്ഥിക്കാൻ ദൈവങ്ങളെ സമർപ്പിക്കാൻ ചെയ്യുക ഒരു വാക്ക്. ഒരു നിമിഷം മൗനമായി നമുക്ക് ദൈവങ്ങളിലേക്ക് എന്തായിരിക്കും. പുതിയ ഉടമ്പടി വളരെ ഗഹനമായൊരു വിഷയമാണ്. ദൈവമക്കളെ സംബന്ധിച്ച്, കർത്താവിന്റെ സഭയെ സംബന്ധിച്ച് അടിസ്ഥാന വിഷയമായതുകൊണ്ടാണ് ഇപ്പൊ 4ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും നമ്മുടെ വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതം. ലോകത്തിൽ നാമതേ വിഭാഗങ്ങളിൽ പെടുന്നവർ ജീവിക്കുന്നവർക്ക് നമുക്ക് പറ്റില്ല. അവർക്ക് ഉടമ്പടിയില്ല. ഒരു പലരും പഴയ ഉടമ്പടിയില്ല. കെട്ടിടത്തിൽ തിരശ്ശീല കീറുന്നതും മുറിയുന്നതും മാറുന്നതും മണികളൊക്കെ നോക്കി പുകയും പൊക്കി പഴയ ഉടമ്പടി തന്നെയാണ്. പഠിപ്പിച്ച് സ്നാനപ്പെടുത്തുകയാണ്. നമുക്കങ്ങനെയാണ്. ദൈവം ആകർഷിക്കും, ദൈവം വിളിക്കും. രോഗസ്ഥാപനത്തിലുള്ള വിളിയായി വിളിച്ച് രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവർ ക്രിസ്തു പഠിപ്പിച്ചത് അനുസരിച്ച് അവർ പരിശീലിക്കും. ബൈബിൾ കോളേജിൽ വിട്ട് മുഴുവൻ പഠിച്ചതിന് ശേഷം ആ വ്യക്തിയെ സ്നാനപ്പെടുത്തുക, അത് പഴയ പുതിയ ഉടമ്പടി അങ്ങനെയല്ല. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തെ ആരും നിങ്ങളെ ഉപദേശിച്ചിട്ട് വരുന്നതല്ല കുഞ്ഞുങ്ങൾ. ഉപദേശം വേണം, പിന്നീട് അടിസ്ഥാനം പഠിക്കണം. പക്ഷെ പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിലാണ് വിഷയം. ഹൃദയത്തിൽ നിന്ന് ഹൃദയപൂർവ്വം എന്നിട്ട് ആ ക്യാരക്ടർ കണ്ടിന്യൂറ്റി ഉണ്ടാകണം. വനത്തോടുള്ള താല്പര്യം, ഉള്ളം തട്ടിയുള്ള താല്പര്യം അത് നിലനിർത്തുമ്പോൾ നമ്മുടെ ലൈഫ് പവർഫുൾ ആണ്. പ്രാർത്ഥന.